ഇപ്പം നമ്മുടെ ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരക്കെ ഒരു ആക്ഷേപമുണ്ടായിരുന്നത് ചിട്ടി പിടിക്കണമെങ്കിൽ കുറേയധികം നൂലാമാലകൾ ഉണ്ടായിരുന്നു. KSFE-യുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം കൊടുക്കുന്ന ചിട്ടി പിടിക്കുന്നതിന് വേണ്ടി നൽകേണ്ടുന്ന കുറേ പിന്നെ എന്താണ് ഈടുകളുണ്ട് അല്ലേ? അപ്പം അതൊക്കെ ലളിതവൽക്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ ചിട്ടി കമ്പനികളിൽ പോയാൽ മറ്റ് രേഖകളൊന്നും വേണ്ട. അവിടെ കുടിശ്ശികയാക്കിയാൽ ഗുണ്ടായുസമാണ്. അവിടെ നമുക്കത് ഗവൺമെൻറ് സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടി വരുന്ന ജാമ്യം വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഈ ആളുകൾ തെറ്റായി ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ. ഇപ്പോൾ ഒരാൾ ചുറ്റി പിടിച്ചാൽ ആ ചിട്ടിക്ക് അയാൾ അടയ്ക്കാൻ ബാക്കിയുള്ള പണം, ഇപ്പോൾ ഒരു 40 മാസത്തെ ചുറ്റിയിലുള്ള ഒരാൾ 20 മാസം അടച്ചിട്ടാണ് ചുറ്റി പിടിക്കുന്നതെങ്കിൽ അയാൾ കൊടുക്കേണ്ട ജാമ്യം ബാക്കി വരുന്ന 20 മാസത്തേക്കേ ഉള്ളൂ. അപ്പം അത് തന്നെ പണ്ട് സാലറി സർട്ടിഫിക്കറ്റിനായിരുന്നു മുൻതൂക്കമെങ്കിൽ ഇപ്പം സാലറി സർട്ടിഫിക്കറ്റിനല്ല മുൻതൂക്കം. ഭൂമി, LIC ബോണ്ട്, സ്വർണം, മറ്റ് സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും ഡെപ്പോസിറ്റുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ജാമ്യമായി സ്വീകരിക്കും. ഇതിൻ്റെ നൂലാമാലകളെന്ന് പറയുന്ന കുറച്ചേറെ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം പലപ്പോഴും ഈ പല നടപടിക്രമങ്ങളും വളരെ കൂടുതലായി നടപ്പാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞങ്ങളിത് വളരെ ലഘൂകരിച്ചു. ഒരാൾക്ക് ചിട്ടി കിട്ടി 1 മാസം കഴിയുമ്പോഴാണ്, 30 ദിവസം കഴിയുമ്പോഴാണ് പണം കിട്ടാനുള്ള അർഹതയുണ്ടാവുന്നത്. ഈ അർഹത ഉണ്ടാവുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ ഞാനൊരു ചിട്ടിയിൽ ചേർന്നു, താങ്കളൊരു ചിട്ടിയിൽ ചേർന്നു, എനിക്ക് ചിട്ടിയടിച്ചാൽ എൻ്റെ പണം തരാൻ താങ്കൾ പൈസ അടയ്ക്കുമ്പോഴാണ് ഞങ്ങൾ പണം തരുന്നത്. അപ്പോൾ 1 മാസത്തിന് ശേഷം 1-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ പണം വരുന്നതനുസരിച്ചാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്. കുടിശ്ശിക ഉണ്ടായാൽ അത് ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചുറ്റി പിടിച്ച് പണം കിട്ടാനുള്ള ഈ ഗ്യാപ്പിനിടയിൽ ഡോക്യുമെൻറ്റുകൾ, ഞങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റുകൾ, ലഘുവായ ഡോക്യുമെൻറ്റുകളും മറ്റ് കാര്യങ്ങളും നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും. ഇപ്പോൾ ഇതെല്ലാം ആധുനികമായ സാങ്കേതിക വിദ്യകളോടുകൂടി ചെയ്യുന്നതായതുകൊണ്ട് ഒരാൾക്കും ചിട്ടി ചേരാനോ ചിട്ടി പിടിക്കാനോ ഡോക്യുമെൻറ്റുകൾ നൽകാനോ പണം സ്വീകരിക്കാനോ ശാഖകൾ വരേണ്ട കാര്യമില്ല. തങ്ങളുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം അവർക്ക് പൂർത്തീകരിക്കാനാവും. ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ് എന്നുള്ളതെല്ലാം എല്ലാവർക്കും സുതാര്യമായി അറിയാവുന്ന കാര്യമാണ്.